യൂറോപ്യൻ രാജ്യങ്ങളിൽ പലരും പള്ളികളിൽ പോകാതാകുന്നു. ഇപ്പോൾ നമ്മൾ പോകുന്ന പള്ളി എന്ന് പറയുമ്പോൾ ബിയർ ഉണ്ടാക്കുന്ന ഒരു പള്ളിയിലോട്ടാണ് കേട്ടോ പോകുന്നത്. അവിടുത്തെ അൽത്താരയിലൊക്കെ നമുക്ക് ബിയർ ഉണ്ടാക്കുന്ന മലയാളി ചേട്ടൻ്റെ ഒരു കൃഷി സ്ഥലം കാണാനായിട്ടാണ് കേട്ടോ വന്നത്. ഈ കാണുന്ന ക്രൈം റേറ്റ് ഒക്കെ ഉള്ള ഏരിയാസ് എന്നാണ് കേട്ടോ ഈ ഒരു ഏരിയ അറിയപ്പെടുന്നത്. ഈ അപ്പോൾ ചാണം പറക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് പോകും. അതാണ് ഓർമ്മ. ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ മൺഡേ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ നമ്മുടെ സ്വീഡിഷ് മെല്ലു എന്ന് പറയുന്ന ഗിരി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് വന്ന് സ്റ്റേ ചെയ്തത്. കഴിഞ്ഞ ദിവസം ഇവിടെ കിടന്നു. അദ്ദേഹത്തിൻ്റെ മകൻ്റെ റൂമാണ് കേട്ടോ. മകൻ അയർലൻഡിലോട്ട് പോയിരിക്കുകയാണ്. ഇവിടെ ഞാൻ കണ്ടത് നമ്മുടെ അക്ഷരമാലയൊക്കെ ഉള്ള നമ്മുടെ ഒരു കലണ്ടറാണ് കേട്ടോ. മലയാളം പള്ളിക്കൂടം ദേശാഭിമാനിയുടെ ഒരു കലണ്ടർ. പിന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ എനിക്കൊരു ബുക്കൊക്കെ തന്നു കേട്ടോ. താക്സോമിക്കോ സ്കാൻഡിനേവിയൻ സ്കെച്ചുകൾ. ഇത് ഞാൻ വായിച്ചില്ല, വായിക്കണം. ഞാൻ അറിയാമല്ലോ, എന്നെ അറിയാമെന്നുള്ളതൊക്കെ അറിയാം. എനിക്ക് വായന പൊതുവെ ഇഷ്ടമല്ല. ബട്ട് ഇത് ഒന്ന് ടൈം കിട്ടുമ്പോൾ എനിക്കൊന്ന് വായിക്കണമെന്നുണ്ട്. രാവിലെ ഒന്ന് കുളിച്ച് റെഡിയായി. കുറച്ച് ലേറ്റായി കേട്ടോ. ഞാൻ എണീറ്റപ്പോൾ തന്നെ 10-10:30 മണിയായി. ഹായ്, മോർണിംഗ്. ഗുഡ് മോർണിംഗ്, നമസ്കാരം. നമ്മൾ ബ്രഞ്ച് ആണല്ലേ കഴിക്കുന്നത്? അതെ, ബ്രഞ്ച് കഴിക്കുകയാണ്. നമ്മൾ ഓംപ്ലേറ്റും കുറച്ച് ബ്രെഡും. ആഹാരമാണ് ഇവിടുത്തെ ദേശീയ ആഹാരം. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഉള്ള ഫുഡാണ് ബ്രെഡും മുട്ടയും. നമ്മളിങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഫുഡൊക്കെ വളരെ കുറച്ച് ഉണ്ടാക്കാറുള്ളൂ. ഓക്കെ, ടൈം ഇത് വളരെ ഈസിയാണ്, പെട്ടെന്ന് ഈസി ആയിട്ട് കഴിക്കാം. അപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 12 മണി കഴിഞ്ഞല്ലേ, 12:30 മണിയായി. ഇപ്പോഴാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രഞ്ചാക്കിയിട്ട് കഴിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ബീഫിന്റെ ബാക്കിയൊക്കെ ഇരിക്കണം കേട്ടോ. എനിക്ക് മൾഡോയാണോ? ഇത് സ്വീഡന്റെ ആണ്. ഓക്കെ. ഇത് സ്വീഡന്റെ ഒരു ക്യാൻഡിയാണ്. ഇതിന് എന്താ പ്രത്യേകത? ഗ്രന്നെ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരാൾ ഉണ്ടാക്കി തുടങ്ങിയാണ്. ഹാൻഡ് മെയ്ഡ് ആണ് ഫുള്ള്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് ഇതിന്റെ കടകളാണ്, ക്യാൻഡി ഉണ്ടാക്കുന്ന കടകളും. എന്റെ ടേസ്റ്റ് അല്ല ഒരു പുറത്തൊരു മരുന്നിന്റെ ഒരു ചവ കേട്ടോ. ആ ഒരു മറ്റേ റൂബാർബ് എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്, അതിന്റെ ഫ്ലേവർ അത്. ഇത് ക്യാൻഡിയാണ്. രാവിലെ നട്ടുച്ചയായി കേട്ടോ. രാവിലെ അല്ല, നട്ടുച്ചയായി. ഇന്ന് കുറച്ച് സണ്ണിയാണ് ഇവിടെ അറിയാമല്ലോ, സ്കാൻഡിനേവിയൻകാർക്കൊക്കെ സണ്ണി എന്ന് പറയുന്നത് ഭയങ്കര ഉന്മേഷം തരുന്ന ദിവസമാണ്. ഇവിടെ നമ്മുടെ ഒരു സ്ട്രീറ്റിലൊരു പൂച്ച ഉണ്ട് കേട്ടോ. ഈ പൂച്ച ഒരു കാർട്ടൂൺ കഥാപാത്രത്തിലെ ഒരു പൂച്ച അല്ലേ? എന്താ സംഭവം? ഫിൻഡസ് എന്ന് പറഞ്ഞ പെറ്റ്സൺ ആൻഡ് ഫിൻഡസ് എന്ന് പറയുന്ന സ്വീഡിഷ് ഒരു കാർട്ടൂൺ കഥാപാത്രമാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഫിൻഡസ് എന്ന് പറയുന്നത് കർഷകന്റെ പൂച്ചയത്. അപ്പൊ ഈ സ്ട്രീറ്റുകൾക്കെല്ലാം പേരിട്ടിരിക്കുന്ന കാർട്ടൂൺ കഥാപാത്രങ്ങളുടെയാണ്. ഇത് ഈ പിപ്പി എന്ന് പറയുന്ന സ്വീഡനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുട്ടികളുടെ ഏറ്റവും പ്രിയം. നമ്മുടെ ബോവനും മോളിയോ അല്ലെ, അല്ല ഇത് പൂച്ചയല്ല, പിപ്പി വേറൊരു കാർട്ടൂൺ ക്യാരക്ടർ പെൺകുട്ടിയാണ്. ഓക്കെ. അങ്ങനെയാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. രാവിലെ കുറച്ച് ഇളം തണുപ്പുണ്ട് കേട്ടോ. ഞാൻ ജാക്കറ്റൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ പെട്ടെന്ന് എനിക്ക് എടുത്തു പറയാൻ തോന്നിയ സ്ട്രീറ്റിലെ ഇത് ആർക്കിടെക്ചറാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ബാൽക്കണി സിസ്റ്റം നോക്കിക്കേ. എല്ലാ ബിൽഡിങ്ങുകളിലും അവർ മാക്സിമം ബാൽക്കണി കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊരു ബാൽക്കണി സിസ്റ്റം കേട്ടോ. ഈ കാണുന്ന ബിൽഡിങ്സിന് കുഞ്ഞ് ചെറിയൊരു ലേക്കോ റിവറാണോ അത്? അല്ലല്ല, ഇതൊരു ചെറിയൊരു ലേക്ക് പോലെ കുറച്ച് ഇതുണ്ട് കേട്ടോ. ഇവിടെ എന്താ ഈ കാണുന്നത്, ഇവർക്ക് സൂര്യൻ ഭയങ്കര സംഭവമാണല്ലോ. അതുകൊണ്ട് ഇവർ മാക്സിമം ബാൽക്കണിയൊക്കെ ഇത്ര എക്സ്റ്റെൻഡ് ചെയ്തിട്ട് സൂര്യനെ കിട്ടാൻ വേണ്ടി ശ്രമിക്കും. ചേട്ടൻ തന്നെ പറഞ്ഞത് ചേട്ടന് സൂര്യന്റെ വാല്യൂ വന്നത് ഇവിടെ വന്നിട്ടാണ്. സൂര്യന്റെ പുച്ഛമാണ്, കറക്റ്റാ. എനിക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര പുച്ഛം. നമുക്ക് മഞ്ഞാണ് ഏറ്റവും സത്യം. കാരണം മഞ്ഞ് ഇരുട്ടൂടെ വരുമ്പോഴത്തേക്ക് ഭയങ്കര പാടാ. അതുകൊണ്ടാണ് ധാരാളം റഷ്യൻസ് ഒക്കെ ദുബായിൽ വന്ന് കിടക്കുന്നത് കേട്ടോ. റഷ്യൻസ്, യുക്രൈനിയൻസ് ദുബായിലും ഈ ബീച്ചുള്ള സ്ഥലം. കാരണം അവർക്ക് മഞ്ഞ് കണ്ട് പിന്നെ ഈ ക്ലൗഡി ആയിട്ടുള്ള വെതറും ഡാർക്കൊക്കെ വരുമ്പോൾ അവർക്ക് ഭയങ്കര ഡിപ്രസ്ഡ് ആകും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്ക് സൂര്യൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവം. എല്ലാം നമ്മുടെ ബോട്ടുകളുണ്ടല്ലോ, ചെറിയ നമ്മുടെ യോട്ടുകളൊക്കെ കയറ്റാനും വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു ട്രെയിലറാണ് കേട്ടോ. ഈ കാണുന്ന ഭാഗത്ത് ഫുള്ള് ചെറിയ യോട്ടുകൾ, ചെറിയ സ്പീഡ് ബോട്ട് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ കിടക്കുന്നത്. ഇവിടെ ഒരു പ്രധാന വിനോദമാണ് ഈ കാണുന്ന ബോട്ടിൽ പോകുന്നത് ഈ ഒരു ഏരിയയിലുള്ള. സ്വീഡൻ ഫുള്ള് ലേക്കും ഐലൻഡും ആണല്ലോ. നോർവേക്കാരുടെ ഒരു പ്രധാന ഐലൻഡ്. ഒരു പഴയ വൈക്കിംഗ് ഒരു ഇതാണല്ലോ. കപ്പലിൽ പോയി പടവെട്ടി
ആൾക്കാർ നാടിനെ പിടിക്കുക വൈക്കിങ്ങുകാരുടെ ഒരു ഹോബി കേട്ടോ. അത് അവരുടെ ബ്ലഡിലുള്ള സംഭവം. സൂര്യനെ കണ്ടുകൊണ്ട് എന്ത് രസമായിട്ടാണ് അദ്ദേഹം സൂര്യൻ്റെ വെയിൽ കൊള്ളാൻ വേണ്ടി മാത്രം നിൽക്കുന്ന. ഞാനാണെങ്കിൽ അവിടെ ഒരു 5 മിനിറ്റ് പോലും ഇരിക്കൂല കേട്ടോ. പുള്ളിക്കാരൻ വെയിലിന് വേണ്ടി മാത്രം അങ്ങനെ ഇരിക്കുക. ഈ നടത്തം ഇപ്പം പോകുന്നത് ഒരു സ്പെഷ്യൽ ഒരു സ്ഥലത്താണ്, പള്ളിയിലാണ്. പള്ളിയിലെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പള്ളിയിൽ പ്രാർത്ഥനയ്ക്കോ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതായിരിക്കും. അല്ല, പള്ളികൾ ധാരാളം യൂറോപ്പിൽ തന്നെ എനിക്ക് തോന്നുന്നു ധാരാളം പള്ളികളൊക്കെ ഇപ്പം പല പള്ളികളും വിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം മതപരമായിട്ട് പല രാജ്യങ്ങളും വളരെ പിന്നോക്കം പോകുന്നു. സ്പെഷ്യലി യൂറോപ്യൻ രാജ്യങ്ങളിൽ പലരും പള്ളികളിൽ പോകാതാകുന്നു. അത് വലിയ രീതിയിൽ നമുക്ക് പല രാജ്യത്തും കാണാം, യൂറോപ്യൻ രാജ്യങ്ങളിൽ കാണാം. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലുള്ള പള്ളികളും അവർ വിൽക്കുന്നുണ്ട് കേട്ടോ പല ആളുകൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കമ്പനികളും പല പള്ളികളിലും ബിയർ വിൽക്കുന്ന കാഴ്ചയും അല്ലെങ്കിൽ ബിയറിൻ്റെ ഒരു ബിയർ ഷോപ്പുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ പോകുന്ന പള്ളി എന്ന് പറയുമ്പോൾ അവർ ബിയർ ഉണ്ടാക്കുന്നത്, ബിയറല്ലേ ഉണ്ടാക്കുന്നത്, വേറെ മദ്യങ്ങളോ, ബിയർ ഉണ്ടാക്കുന്ന ഒരു പള്ളിയിലോട്ടാണ് കേട്ടോ പോകുന്നത്. അവിടുത്തെ അൽത്താരയിലൊക്കെ നമുക്ക് ബിയർ ഉണ്ടാക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രാർത്ഥനയ്ക്കല്ല ഞാൻ ഈ സംഭവം ഇന്ന് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലായ മറ്റൊരു കാര്യമാണ്, സ്വീഡൻ എന്ന് പറയുന്നത് ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു രാജ്യമാണ് കേട്ടോ. സെക്യുലർ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഇവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ മതം എടുത്തു മാറ്റി അല്ലേ. അപ്പോൾ ഇവരൊരു സെക്യുലർ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. മാത്രമല്ല സെക്യുലർ ആയിട്ടുള്ള രാജ്യമായിട്ട് പോലും ചേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ അധികം പള്ളികളൊന്നും അങ്ങനെ വിൽക്കുന്ന പരിപാടികൾ, കാരണം ഇവിടുത്തെ സ്റ്റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവരുടെ പള്ളികൾ സെക്യുലർ ആയിട്ടുള്ള രാജ്യമായാലും ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്പെഷ്യലി പഴയ കുറച്ച് ചരിത്രപരമായിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ സെൻട്രൽ യൂറോപ്പിലൊക്കെ ഇപ്പോൾ ജർമ്മനിയിലായാലും ഓസ്ട്രേലിയയിലായാലും പല പള്ളികളും ധാരാളം ഇങ്ങനെ വിറ്റൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പല പള്ളികൾ മുസ്ലിം പള്ളികളായിട്ട് മാറുന്നുണ്ട്, ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ മുസ്ലിങ്ങളുടെ ഒരു ദേവാലയങ്ങളായിട്ട് മാറുന്നുണ്ട്. അങ്ങനത്തെയൊക്കെ കാഴ്ചകൾ കാണാൻ സാധിക്കും. ഇവിടെ വളരെ കുറവെന്നാണ് ചേട്ടൻ പറഞ്ഞത്. രാജ്യമായിരുന്ന ഒരു കാലത്ത് ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി അവരൊരു മതമില്ല നമ്മൾ പറയുമ്പോഴും ക്രിസ്ത്യാനിറ്റി ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ടാണ് ഇവർ പള്ളികൾ വിൽക്കാത്തത്. അപ്പം ഞാൻ എൻ്റെ കൊളീഗ്സിനോടൊക്കെ പലരോടും ചോദിച്ചിട്ടുണ്ട്, ഇവരിപ്പോഴും ചർച്ച് ടാക്സ് അടയ്ക്കുന്നുണ്ട്. അതായത് നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ചർച്ച് ടാക്സ് പിടിക്കും. അപ്പൊ അത് അടയ്ക്കുന്നുണ്ട്. അതൊരു ആ പൈസ എടുത്തിട്ടാണ് ഈ പള്ളികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പോലെ ഇവിടുത്തെ ഒരു സിസ്റ്റമാണ്. അപ്പോൾ നമ്മൾ ജർമ്മനിയിലായാലും മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിലായാലും നമ്മൾ ക്രിസ്ത്യൻ ആണെന്ന് അവർ പറഞ്ഞാൽ നമുക്ക് ചർച്ച് ടാക്സ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അടയ്ക്കണം കേട്ടോ. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ക്രിസ്ത്യൻ പള്ളി. ഇത് കത്തോലിക് ദേവാലയമല്ലേ? ഇവിടെ ശരിക്കും ലൂതറനാണ്. ലൂതറൻ സഭയാണ്. മാർട്ടിൻ ലൂതറൻ നമ്മുടെ നാട്ടിലും ധാരാളം ഉണ്ടല്ലോ ലൂതറൻ സഭ ഇല്ലേ? കുറവാണ്. അതായത് പ്രൊട്ടസ്റ്റന്റ് പോലത്തെ അങ്ങനത്തെ ഒരു ഇതാണ്. ഓക്കെ. കാത്തലിക്കുമായിട്ട് ഇവർക്ക് ബന്ധമില്ല. സ്വീഡന്റെ ഒഫീഷ്യൽ മതം അല്ലെങ്കിൽ ഒഫീഷ്യൽ ഇത് ലൂതറൻ സഭയാണ്. രാജാവൊക്കെ ലൂതറൻ സഭക്കാരനാണ്. നോർവേയിൽ മതങ്ങളെല്ലാം വേർപെടുത്തിയെങ്കിൽ ഏറ്റവും വിരോധാഭാസം എന്ന് പറയുന്നത് നോർവേയിലെ രാജാവ് ലൂതറൻ സഭക്കാരനാണെങ്കിൽ മാത്രമേ അയാളെ രാജാവാകാൻ പറ്റൂ. അപ്പോൾ ഒരിക്കലും ഇടതുപക്ഷ പാർട്ടികൾ അതൊരു പാർലമെന്റിൽ ക്വസ്റ്റ്യൻ ചെയ്ത് അതിനൊരു ഇത് കൊണ്ടുവന്നതാണ് അത് മാറ്റാൻ. പക്ഷെ അത് പരാജയപ്പെട്ടു. അപ്പോൾ മതമില്ലാന്ന് പറഞ്ഞ രാജ്യത്ത് ഒരു മതക്കാരനാണെങ്കിലേ രാജാവാകാൻ പറ്റും. അതങ്ങനെയാണ് ഒരു സംസ്കാരമായിട്ട് അവർ കാണുന്നു വിചാരിച്ചതാണ്. ഈ കാണുന്നതാണ് പള്ളി. ഞാൻ പള്ളിയുടെ ഉള്ളിലോട്ട് പോവാം. പള്ളിയുടെ പുറത്ത് ബിയറൊക്കെ സെർവ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ടേബിൾസ് സംഭവങ്ങളൊക്കെയാണ് കാണുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ എൻട്രൻസ് ഭാഗം. ഇതെനിക്ക് വന്ന് ഇത് ഫാക്ടറി ഭാഗമാണല്ലേ? അപ്പോൾ ഇതാണ് പള്ളി. ഇവിടെയാണ് അവരുണ്ടാക്കുന്നത് ഇപ്പം. ഓക്കെ, മേളിൽ നിന്ന് കാണാൻ സാധിക്കും. മറ്റേത് നമ്മൾ ഈ മറ്റേ കൊയറൊക്കെ ഇരിക്കുന്ന മേളിലെ ഒരു പ്ലാറ്റ്ഫോം, അതാണ് മുകളിൽ ഫുഡ് കഴിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മുടെ പള്ളി അൽത്താര അങ്ങ് ഭാഗത്ത് അവിടെയെല്ലാം ഇവരുടെ ഒരു ഫാക്ടറി സംഭവമാണ്. നമ്മുടെ വയലിലല്ലോ പിയാനോ വായിക്കുന്നതും ആ കൊയർ വായിക്കുന്ന ഒരു പ്ലേസിലാണ് നമ്മുടെ ഇവരുടെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലേ, ലഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം. ഇത് ഡൈയിങ് പ്രോസസ്സ്. ഞാനങ്ങനെ ഇവരുടെ മുകൾ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി പുകയൊക്കെ വരുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ അൽത്താരയൊക്കെ വരുന്ന ഭാഗം. കാണുന്നതാണ് അൽത്താരയുടെ അവിടെ അവർ 2 വലിയ കൂറ്റൻ സിലിണ്ടർ വെച്ചിട്ടുണ്ട് കേട്ടോ, അവിടെ പ്രോസസ്സ് ചെയ്യുന്ന ഭാഗത്തിൻ്റെ സംഭവങ്ങൾ. ഇതെന്താ സംഭവം? ഇപ്പോൾ അവർ ആഡ് ചെയ്തതാണ്. ഓക്കെ, ആഡ് ചെയ്ത സമയത്താണ് കേട്ടോ ഇപ്പോൾ ഇതിൽ നിന്ന് പുക പോലെ ഇങ്ങനെ വന്നത്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു ഫെർമെൻറ്റേഷൻ്റെയൊക്കെ ഒരു സ്മെല്ലല്ലേ. എനിക്കൊന്ന് ഇത് ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വന്ന് കുടിക്കുമ്പോൾ കുഴപ്പമില്ല. എനിക്കിവിടെ ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോൾ എന്തോ പോലെ.
ഈ ഒരു ഫെർമെന്റേഷൻ സ്മെല്ലൊക്കെ നമുക്കിവിടെ. മറ്റേ ബാർലി ബിയറിനകത്ത് പല കാര്യങ്ങൾ ആഡ് ചെയ്യാറുണ്ട്. ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്, അതായത് ഇപ്പം പറയുന്ന ചെറിയൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്ട്രോബെറി ഒക്കെ ഉപയോഗിച്ച് ബിയർ ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ യുണീക്കാണ്. ഓക്കെ. ഇവരുടെ ബിയറിനൊന്നും പേരില്ല, പടങ്ങൾ മാത്രമേ ഉള്ളൂ. പടങ്ങളാണ് ഇവരുടെ ബ്രാൻഡിങ് അല്ലേ? ബ്രാൻഡ് നെയിം ഇല്ലേ? ബ്രാൻഡ് നെയിം ഒന്നിപ്പോളെന്നാണ് കമ്പനിയുടെ പേര്, പക്ഷേ ബ്രാൻഡിനൊന്നും പേരില്ല. മനസ്സിലായി. അത് വെച്ചിട്ട് ഇവരുടെ ബ്രാൻഡിങ്ങിൻ്റെ ഒരു കുറേ ടീഷർട്ടൊക്കെ ഇവിടെ ദാണ്ട് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇവരുടെ പല സിമ്പൽ വെച്ചിട്ട് ഇതാണ് ഇവരുടെ ബിയർ ബോട്ടിലൊക്കെ ഇവർ വെക്കുന്നതെന്നാണ് പറഞ്ഞത്. ഈ കാണുന്ന ഭാഗത്ത് ആളുകൾക്കൊക്കെ വന്നിരുന്ന് കുടിക്കാം. ഇതൊക്കെ നമ്മുടെ കൊയർ പാട്ടാണ്. ഒരു പള്ളിയുടെ ഏതെന്ന് പറയുമ്പോൾ ഒരു യൂറോപ്യൻ ചർച്ചിലൊക്കെ എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് അൽത്താര ഭാഗങ്ങൾ, പിന്നെ ബാക്കി കൊയറിൻ്റെ ഒരു സ്പേസ് എപ്പോഴും ഉണ്ടാവുമല്ലോ. ആ ഒരു പ്ലേസിലാണ് ഇവിടുത്തെ ഒരു റിസപ്ഷൻ ഏരിയ അല്ലെങ്കിൽ ഇവരുടെ സെർവ് ചെയ്യുന്ന ഒരു ഏരിയ. പിന്നെ ആ ഒരു ഭാഗത്ത് തന്നെ ഇവിടെയൊക്കെ ഇരുന്ന് അവർക്ക് വന്ന് മദ്യം കഴിക്കാനും, പിന്നെ ഇവിടെ ലഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. ലഞ്ചൊക്കെ കഴിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സ്പേസൊക്കെയാണ്. പിന്നെ ഇവിടുത്തെ നമുക്ക് ലൈവായിട്ട് ഇവരുടെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നമുക്ക് വീക്ഷിക്കാം കേട്ടോ. കുറച്ച് കഴിഞ്ഞ് ഞാൻ താഴെ പോയി കാണിച്ചു തരാം. ഇവിടുന്ന് നമുക്ക് ഇവിടെ ഉണ്ടാക്കുന്ന ഈ ടാങ്കിൽ നിന്ന് നമുക്ക് നേരിട്ട് അവർ സെർവ് ചെയ്യും. ഇവിടുന്ന് പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പം ഫ്രഷ്ലി ബ്രൂഡ് ബിയറാണ് നമുക്കിവിടെ കിട്ടുന്നത്. നല്ല കച്ചവടമുണ്ടോ ഇവിടെ? നല്ല വൈകുന്നേരമാണ് ഇവിടെ കച്ചവടം. പിന്നെ ആളുകൾക്കെല്ലാം ഒരു ചോദ്യമുണ്ട്, ഈ പള്ളിക്കകത്ത് വന്നിരുന്ന ഇവരുടെ ഇവിടുത്തെ ഒരു സംസ്കാരത്തിൽ അത് ഒക്കെയാണ്. അപ്പൊ അതിനായിട്ട് ആരും കമന്റ് ഇടാനും തെറി വിളിക്കാനൊന്നും വരണ്ട. അല്ല, സ്പെഷ്യലി തെറി വിളിക്കുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടായിരിക്കും. അല്ലേ, മിക്കവാറും ഞാൻ ഇതിന് തമ്മിൽ ഇടുമ്പോൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ ഇടുന്നത്. പള്ളി മാറി വീണ, മനസ്സിലായില്ലേ? അവിടെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുവാണ് കേട്ടോ. അത് കൊള്ളാം കേട്ടോ. അൽത്താരയുടെ അവിടെ കറക്റ്റ് ആ പോർഷൻ്റെ അവിടെ രണ്ട് വലിയ ഇവരുടെ ഒരു സംഭവം. അതുപോലെ ഇത് കണ്ടിട്ട് വിഷമിക്കുന്ന ആളുകളോട് ഒരു കാര്യം പറയാനുള്ളത്, ഈ ബിയർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ചിരുന്നത് ക്രിസ്ത്യൻ മോങ്സ് ആണ്, സന്യാസിമാരാണ്. ഫ്രാൻസിലുമൊക്കെ 200 വർഷങ്ങൾക്ക് മുമ്പ് അവർ ഈ ബിയർ ഉണ്ടാക്കിയിട്ട് വിറ്റിട്ടാണ് അവർ ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്നത്, ഈ സന്യാസി മഠങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി. ഇപ്പോഴും നമ്മൾ ഏത് ബാറിൽ പോയാലും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് ട്രാപ്പിസ് ബിയർ എന്ന് പറഞ്ഞൊരു ബിയർ കിട്ടും. അത് സന്യാസികൾ ഉണ്ടാക്കുന്ന ബിയറാണ് ട്രാപ്പിസ് ബിയർ. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും സന്യാസികൾ ഉണ്ടാക്കി എക്സ്ക്ലൂസീവ് ബിയർ കുടിക്കണമെന്നുണ്ടെങ്കിൽ ട്രാപ്പിസ് ബിയർ ചെയ്തിൽ പോയാൽ മതി. ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട്, ഇപ്പോഴും വിൽക്കുന്നുണ്ട്. അപ്പൊ അതിനെ ഓർത്ത് ആരും ഇനിയും കമന്റ് ഇടാനൊന്നും വരണ്ട. എനിക്ക് പിന്നെ കമന്റ് കിട്ടി ശീലിച്ചോണ്ട് ഞാൻ നോക്കാറില്ല കേട്ടോ. കാരണം നോക്കാൻ സമയം കിട്ടാറില്ല. കമന്റ് കിട്ടി എനിക്ക്. ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ കുറെ ആൾക്കാർ വന്നത്, ഇത് വേറെ രാജ്യത്തെ ഒരു കാര്യം നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്, ഒരു ആരെ അവഹേളിക്കാനോ ഒന്നും അല്ല. ഇവിടെ ഇങ്ങനെയാണ് സംഭവം എന്ന് പറയുന്നത്. നമ്മളിതിനെ റെസ്പെക്ടോടുകൂടി തന്നെ കാണുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും കമന്റ് ഇടുന്ന ആളുകളോട് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചോ. ഞാൻ ഇതിൻ്റെ മാനേജറുമായി സംസാരിച്ചു. പുള്ളിക്കാരൻ്റെ വേറൊരാൾ വന്നിട്ട് നമുക്കൊരു ചെറിയൊരു ഗൈഡഡ് ടൂർ പോലെ ഒന്ന് ജസ്റ്റ് താഴെ പോയിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ അതും കൂടെ ഒന്ന് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. അതുകൊണ്ട് ഒമിനിപ്പോളോ എന്ന് അവിടെ അവരുടെ ബ്രാൻഡിൻ്റെ ഒരു ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഇവരുടെ നല്ല യുണീക്കായിട്ടുള്ള സംഭവങ്ങൾ കേട്ടോ. കണ്ടില്ലേ, ഇതാണ് ഇവരുടെ ബിയർ ബോട്ടിലുകളിലെല്ലാം ഇവരുടെ ബ്രാൻഡിങ് എന്ന് പറയുമ്പോൾ കൂടുതൽ ഇവരുടെ ആ ഒരു പിക്ചേഴ്സ്, അവരുടെ ആ ഒരു ഇമേജസ് വെച്ചിട്ടൊക്കെയാണ് കേട്ടോ. ആർട്ടിസ്റ്റിക് രീതിയിലുള്ള നല്ല രസമായിട്ടുള്ള ഒരു ഇത് കേട്ടോ. നമ്മൾ താഴോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ താഴ്ന്ന് കാണുമ്പോൾ കുറേ പല ബാരൽസ് ഉണ്ടല്ലോ. 1, 2, 3, 4 പല രീതിയിലുള്ള, എനിക്ക് തോന്നുന്നു ഇത് പല ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് കേട്ടോ. അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ അവർ വെച്ചിട്ടുള്ളത്. പല ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സും വല്ലതും ആയിരിക്കണം. ഇത് നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ഇതുണ്ട്. പിന്നെ ഇതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് അവരുടെ മുകളിൽ ബാർ കൗണ്ടറില്ലേ, അങ്ങോട്ട് പോകും. ഫുള്ള് പതഞ്ഞ് വരുന്നത് കണ്ടോ. ഡയറക്റ്റ് അവരുടെ ഇതിലാണ് കേട്ടോ പോകുന്നത്, ഫ്രഷ് ബിയർ. ബാക്കിയെല്ലാം ഇവർ ക്യാനിലൊക്കെ ആക്കി വെക്കും. Why you do that? Alcohol. Okay. Okay. പുള്ളി അത് വൃത്തിയാക്കിയതാണ് കേട്ടോ. ഈ കാണുന്ന ഇവിടെ കണ്ടില്ലേ, തണുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇവിടെ ഫുള്ള് ഇവിടം വരെ ബിയർ ഉണ്ടോ എന്നാണ്. അതിൽ താണ്ടെ പകുതി വരെയാണുള്ളത്, അതിൻ്റെ പകുതി വരെ ബിയർ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ കാണുന്നതെല്ലാം ഇവർക്ക് കിട്ടിയ കുറേ റെക്കഗ്നൈസേഷൻ്റെ മെഡലുകളാണ് കേട്ടോ. പല രീതിയിലുള്ള ബെസ്റ്റ് ബിയർ ബൈ കൺട്രി അങ്ങനെ കുറേ ഇവരുടെ അവാർഡുകളുണ്ട്. കുറേ വർഷമായെന്ന് തോന്നുന്നു, 10-12 വർഷമായി കേട്ടോ. ഇവരിത് എന്തോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവർക്ക് വേറെ സ്ഥലത്തിട്ടൊക്കെ ഉണ്ട്. പുള്ളിക്കാരൻ നമുക്ക് സെർവ് ചെയ്യാണ് കേട്ടോ. പല ചർച്ചുകളും മദ്യശാലകളാവാറുണ്ട്. പക്ഷേ ഇതുപോലെ മദ്യം ഉണ്ടാക്കുന്ന ഇത് രണ്ടും കൂടെ ഒരുമിച്ചുള്ളത് വളരെ കുറവാണ്. അതൊക്കെ അവർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കുവാണ്. അതിൻ്റെ സ്മെല്ല് നോക്കുന്നു, എന്നിട്ട് അത് കളയുന്നു. ഈ കാണുന്ന ഭാഗത്തൊക്കെ ഇത് കുറച്ച് ചൂടാണ് കേട്ടോ. ഇവിടെ ഇത് ഉണ്ടാക്കുന്ന ഭാഗമാണല്ലേ.
അത് കൊള്ളാലോ, നല്ല ചൂടുണ്ട്. This is the first Boil the stage? hop and Now it's boiling. So the first stage is mashing. So you have hot water, and then you put in the malt, then you put it up to 60 degrees ish, and you take out the sugar from the malt. And then you push it through to here. And then see, if you look down here, you see that it's a sieve. So it's a bottom with holes in it. Yeah. So you take out all the liquids. ഈ കാണുന്ന ഏരിയയാണ് ഇവരുടെ ഫസ്റ്റ് പ്രോസസ്സ്. ബോയിൽ ചെയ്ത് ബാക്കി പോകുന്നതും പിന്നെ താഴോട്ട് ഇവരുടെ കൂളറിലോട്ട് പോയിട്ട് ബാക്കി ടാങ്കിൽ ഇവർ എന്താ പറയുക സേവ് ചെയ്യുന്ന ഒരു ഭാഗത്തോട്ട് പോകും. അതൊക്കെയാണ്. ഇത് വലിയ പ്രോസസ്സാണ് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് പ്രോസസ്സ് എനിക്കൊരു കറക്റ്റ് ഒരു ഐഡിയ ഇല്ല, അല്ലെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തരായിരുന്നു. പല ടാങ്കുകളുണ്ട്, പല രീതിയിലുള്ളുണ്ട്. പിന്നെ ലാഗർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ലാഗർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആയിട്ടുള്ള മദ്യമാണ്. ഈ ലാഗർ എന്ന് പറയുന്ന ലൈറ്റ് ആയിട്ടുള്ള മദ്യത്തിന് 2 ആഴ്ച വരെ ഇവർ ഫെർമെൻറ്റേഷന് വേണ്ടി പ്രോസസ്സിന് ടൈമുണ്ട്. കാരണം അവർ വളരെ കുഞ്ഞു ടെമ്പറേച്ചറിലാണ് അത് ചെയ്യുന്നത്. പിന്നെ അല്ല കുറച്ചും കൂടെ ലഹരി കൂടുതലുള്ള മദ്യത്തിനെന്ന് പറയുമ്പോൾ പെട്ടെന്ന് 1 വീക്കിനുള്ളിൽ അവർ ഫെർമെൻറ്റേഷൻ ചെയ്തിട്ട് അത് ബാക്കി പ്രോസസ്സിങ്ങിലോട്ടാവും. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു കായാണ് കേട്ടോ. is giving this whole smell. ഇതിൽ ഇവർ ബാർലിയും വേറെ കുറച്ച് പ്രൊഡക്ട്സ് ഇട്ടിട്ടൊക്കെയാണ് അവിടെ ഇവർ ഡിസ്റ്റിലറിയിൽ വെച്ചിട്ട് ചൂടാക്കുന്നത്. ചൂടാക്കിയിട്ടാണ് ബാക്കി, അങ്ങനെയാണ് കേട്ടോ പ്രോസസ്സ്. ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ബാർലി ഉണ്ട്. ഇതിൻ്റെ അകത്ത് ബാർലി എല്ലാം ഉണ്ട്. അല്ല, ഇതിനകത്തല്ല, എന്നോട് ബാർലി ഇടാം. ഇതിൻ്റെ കൂടെ വീറ്റ് ഇടാം. ഓക്കെ. നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഇവിടെ വഴിയോരത്ത് ഫ്രൂട്ട്സ് സംഭവങ്ങൾ. തേങ്ങ ഉണ്ടോ? ഇവിടെ തേങ്ങ ഉണ്ട്. തേങ്ങയ്ക്ക് എത്ര ഇതാ? തേങ്ങയ്ക്ക് എത്രയാണെന്ന് അറിയത്തില്ല. അതിലില്ല അല്ലേ? 100-200 രൂപ വില. ഇവിടുത്തെ ഇത് കീറോ അല്ലേ? കീറോ അല്ലല്ലോ, ക്രോണ. ഇവിടുത്തെ കറൻസി ക്രോണ. 200 രൂപ കാണും. 200 രൂപ ഒരു തേങ്ങയ്ക്ക്. ശ്രീനിവാസൻ പറഞ്ഞാൽ ഇതൊരു തേങ്ങയല്ല. തേങ്ങ നാട്ടിലെ 200 രൂപ അടുപ്പിച്ച് തരും കേട്ടോ. സാധാരണ സ്വീഡൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ എക്സ്പെൻസീവ് ആണ് ജർമ്മനിയൊക്കെ വെച്ച് നോക്കുമ്പോൾ. കാരണം നമുക്ക് ജർമ്മനി വെച്ച് താരതമ്യം ചെയ്യാം. കാരണം ജർമ്മനിയെക്കുറിച്ച് മലയാളികൾക്ക് ഇപ്പോൾ ഓൾറെഡി ഒരു ഐഡിയ ഉണ്ട്. കാരണം ധാരാളം മലയാളികൾ ജർമ്മനിയിൽ പോകുന്നുണ്ട്. ജർമ്മനിയൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്വീഡൻ അല്ലെങ്കിൽ മറ്റു സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെല്ലാം എക്സ്പെൻസീവ് ആണ്. സ്കാൻഡിനേവിയയിൽ തന്നെ നമ്മുടെ ഫിൻലാൻഡിനെ വെച്ച് നോക്കുമ്പോൾ സ്വീഡൻ നല്ല എക്സ്പെൻസീവ് ആണ്. അല്ല, ഫിൻലാൻഡ് ആണോ? സ്വീഡൻ അല്ല എക്സ്പെൻസീവ്. നോർവേ എക്സ്പെൻസീവ് ആണ്. ബട്ട് എനിക്ക് തോന്നുന്നു സ്വീഡൻ അല്ലേ ഫിൻലാൻഡിനെക്കാട്ടെ ഓൾമോസ്റ്റ് സെയിം. വലിയ വ്യത്യാസമില്ല, ചെറിയ വ്യത്യാസം. ഓക്കെ, എൻ്റെ വിലയിരുത്തൽ ഫിൻലാൻഡ് ആണ് ചീപ്പെന്നാണ് കേട്ടോ എൻ്റെ വിലയിരുത്തൽ. അറിയില്ല. പക്ഷേ നോർവേ എല്ലാത്തിൽ നിന്നും നോർവേ ആണ് കേട്ടോ കൂടുതൽ എക്സ്പെൻസീവ്. ഈവൻ ഡെൻമാർക്കിനെയും കാട്ടിയും എല്ലാത്തിലും നോർവേ ആണ് എക്സ്പെൻസീവ് ആയിട്ടുള്ളത്. പിന്നെ ഇവരുടെ എല്ലാം യൂറോ അല്ല കേട്ടോ. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇവർ 2000 കാലഘട്ടത്തിൽ എനിക്കൊന്ന് 2003 എന്തോ ഇവിടെ അവർ യൂറോ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. പക്ഷേ വോട്ടിങ്ങിൻ്റെ ഇടയിൽ ആളുകൾക്ക് യൂറോ വേണ്ടെന്ന് 50% കൂടുതൽ ആളുകൾ പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോഴും ഇവർ ക്രോണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. സ്കാൻഡിനേവിയയിൽ ആകെ യൂറോ ആയിട്ട് മാറിയതുള്ളത് ഫിൻലാൻഡ് എന്ന് പറയുന്ന രാജ്യമാണ്. ഇപ്പോൾ യൂറോ ആയിട്ട് മാറുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഇവർക്ക് യൂറോപ്യൻ യൂണിയൻ ഒരു പ്രത്യേക റൂളുകൾ കാണുമല്ലോ. അതനുസരിച്ചിട്ട് ഇവർക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും മാറ്റാൻ പറ്റില്ല. ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളെല്ലാം എല്ലാ രാജ്യത്തും ഒരുപോലെയൊക്കെ ആക്കണം. അതേസമയം ഇവിടെ ഒരു എക്കണോമിക് ക്രൈസിസ് വന്നാൽ ഇവരുടെ കറൻസി വേറെ ആയതുകൊണ്ട് ഇവർക്ക് ഇഷ്ടമുള്ള പോലെ രീതിയിൽ ചെയ്യാം. അതൊക്കെ കൊണ്ടാണ് കേട്ടോ ഇവർ യൂറോയിലോട്ട് മാറ്റാത്തത്. എനിക്ക് തോന്നുന്നു അടുത്തിടയ്ക്ക് യൂറോപ്യൻ യൂണിയനിലേക്ക് വരുന്ന രാജ്യങ്ങൾക്കെല്ലാം മാൻഡേറ്ററി ആണ് യൂറോയിലേക്ക് മാറ്റേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ക്രൊയേഷ്യ ഇപ്പോൾ യൂറോപ്യൻ പുതിയ രാജ്യങ്ങൾ വരുമ്പോൾ പഴയ രാജ്യത്തിന് പ്രശ്നമില്ല. പുതിയ രാജ്യങ്ങൾ വരുമ്പോൾ അവരെന്തായാലും യൂറോ മാൻഡേറ്ററി ആക്കണം എന്നുള്ള ഒരു നിയമം എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ക്രൊയേഷ്യ എല്ലാം മാറ്റി. ഇവിടെ ചെറി, നമ്മുടെ റാസ്ബെറി, ഇത് പിന്നെ സ്ട്രോബെറി, ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം 40 എന്ന് പറയുന്നത് 40 യൂറോ അല്ല, 40 ക്ലോണ എന്ന് പറയുമ്പോൾ 4 യൂറോയാണ്. അതായത് 410-400 രൂപ ആ ഒരു കറക്റ്റ് വരുന്നതാണെങ്കിൽ. കറക്റ്റ് ഒരു 10 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഒരു നടത്തമൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് കുറച്ച് ചെറിയൊരു ലഞ്ചൊക്കെ കഴിച്ചു. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ഫാം ഏരിയ ആണ് കേട്ടോ. ഈ കാണുന്ന കണ്ടില്ലേ കൃഷി, ഈ കാണുന്നത് കൃഷി, ഫുള്ള് കൃഷികളാണ്. അതായത് ഇവിടെ സ്വീഡനിൽ ഒരു സംഭവമുണ്ട്. അതായത് ഇവിടെ ഒരു സൊസൈറ്റിയുടെ അണ്ടറിൽ കൃഷി പാഷനേറ്റഡ് ആയിട്ടും അവരുടെ കുറച്ച് ക്രൈറ്റീരിയയൊക്കെ മീറ്റ് ചെയ്യുന്ന കുറച്ച് ആളുകൾക്ക് അവർക്കൊരു ലീസ് സംഭവം ഉണ്ട് കേട്ടോ. ഒരു സ്ഥലം പാട്ടത്തിനെടുക്കാം. ആ പാട്ടത്തിനടുത്ത് 1 ഇയറിന് എന്തോട് കൊടുക്കുന്നത്, അത് വീണ്ടും പുതുക്കാമെന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്നിട്ട് അവർക്ക് അത് പാട്ടത്തിനടുത്ത് അവരുടേതായിട്ടുള്ള രീതിയിൽ കൃഷി ചെയ്യുക, അതിൽ നിന്ന് കിട്ടുന്ന വളവ് അവർക്ക് ഉപയോഗിക്കാം. പുള്ളി എന്നെ നല്ലതുപോലെ പറഞ്ഞു തരും. എനിക്ക് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഇത് പല ആളുകളുടെ പല ഏരിയകളാണ്, പല ഫാമിലീസിനൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഇത് ചിലപ്പം ഒരാളുടെ ഏരിയ ആയിരിക്കാം. ഈ കാണുന്നത് മറ്റൊരാളുടെ ഏരിയ ആയിരിക്കണം.
ഞാൻ ഇവിടെ ആയിട്ട് വന്നത് ഇവിടുത്തെ ഒരു മലയാളി ചേട്ടൻ്റെ ഒരു കൃഷി സ്ഥലം കാണാനായിട്ടാണ് കേട്ടോ വന്നത്. ഈ കാണുന്നത് ഒരു മലയാളി ചേട്ടനാണ്. ചേട്ടാ ഹായ്, നമസ്കാരം. ആൻറ്റി ഇവിടെ നിന്ന് ഓടിപ്പോയി കേട്ടോ. ആൻറ്റി ചേട്ടൻ്റെ അമ്മ ഇവിടെ ഉണ്ട്, അമ്മയ്ക്ക് നാണോണെന്ന് പറഞ്ഞു കേട്ടോ. ചേട്ടാ പേരെന്താ? എൻ്റെ പേര് ഫിജോ. ഫിജോയുടെ നാട്ടിലെ സ്ഥലം തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയാണ്. ചേട്ടൻ തന്നെ പറഞ്ഞു ഈ കൺസെപ്റ്റ് എന്താണ് സംഭവം എന്ന് ചേട്ടൻ തന്നെ പറഞ്ഞു. ഇത് സ്വീഡനിലെ ഒരു എന്താ പറയുക, നമുക്കൊരു കോളനി ഗാർഡൻ എന്ന് പറയുന്നത്, കൊളോണിയൽ ഗാർഡൻ. അതായത് നമുക്ക് കൃഷി ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു ഗാർഡൻ ആവശ്യത്തിനുള്ള വലിപ്പത്തിന് നമുക്കൊരു അസോസിയേഷൻ മാനേജ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഒരു അസോസിയേഷൻ ഉണ്ട്. ഈ അസോസിയേഷന്റെ പേര് ഫിൻഡ് കൊളോണിയൽ ഗാർഡൻ എന്നാണ് ഈ അസോസിയേഷന്റെ പേര്. അവര് നമുക്ക് ഓരോ പ്ലോട്ട് നമുക്ക് തരും. ആ പ്ലോട്ട് നമ്മൾ എടുത്തിട്ട് നമുക്ക് ഇത് മന്ത്ലി റെന്റൽ, ഇയർലി ആണ് ഇതിന്റെ കോസ്റ്റ്. നമ്മള് ഒരു വാർഷിക ഇതുണ്ട്. ഇത് ഇവിടെ നമുക്ക് വെള്ളം ഇവിടെ വെള്ളം പ്രൊവൈഡ് ചെയ്യും. ഇത് റൺ ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ ടൂൾസും ഇവിടെ തന്നെ നമുക്ക് കിട്ടും. അപ്പൊ ഈ ഒരു ലാൻഡിന് എത്രയായിരിക്കും ഇയർലി വരുന്നത്? ഇത് നമുക്കൊരു 700 ക്രോണറാണ് ഇയർലി. അതായത് നമ്മുടെ നാട്ടിലെ 7000 രൂപ അടുപ്പിച്ച് ഒരു വർഷത്തേക്ക് 7000 രൂപയാണ് ഈ കാണുന്ന ഒരു പ്ലോട്ടിന്. ഇതിന്ന് വലിപ്പമുള്ളതാണെങ്കിൽ വലിപ്പമുള്ളത്, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ചെറുത് വാങ്ങാം അല്ലേ? നമുക്ക് വാങ്ങല്ല, നമുക്ക് ലീസ് അതെ, ലീസായിട്ട് എടുക്കാം. അപ്പം ഇവിടെ എന്തൊക്കെയാ കൃഷിയുള്ളത്? ഇവിടെ നമുക്കിപ്പോ പയറുണ്ട്, ബീൻസ് ഉണ്ട്, ലെറ്റ്യൂസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, റാഡിഷ് ഉണ്ട്, റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ക്യാബേജ് ഉണ്ട്, റെഡ് ഉണ്ട്, വൈറ്റ് ക്യാബേജ് ഉണ്ട്, പിന്നെ ഡില്ലുണ്ട്, സാലഡ് ലീവ്സ് ഉണ്ട്, തക്കാളി ഉണ്ട്, പൊട്ടാറ്റോസ് ഉണ്ട്, ഓണിയൻ ഉണ്ട്, വൈറ്റ് ഓണിയൻ ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ? നാട്ടിലെ ചുവന്ന ചീരയുണ്ട്. നമുക്ക് പിടിച്ചു വരുന്നുള്ളൂ. നമ്മളിപ്പോ ഈ കൊല്ലം ട്രൈ ചെയ്യേണ്ടതാണ്. ആയി വരുന്നുള്ളൂ. ഇവിടെ കുറെ ഉണ്ട് കേട്ടോ, കുറെ പലതരത്തിലുള്ള കുറെ ചെറിയ സ്ഥലമാണെങ്കിലും. ഇതൊരു സ്വീഡിഷ് ജർമ്മൻ വെജിറ്റബിൾ ആണ്, കാൽറാബി എന്ന് പറയും. കാൽറാബി. ഇത് നമുക്കൊരു ക്യാബേജിന്റെ പോലെ ഇരിക്കും, പക്ഷെ റാഡിഷിന്റെ വർഗത്തിൽപ്പെട്ടതാണ്. അപ്പൊ അതിന് നമ്മളിങ്ങനെ സ്ലൈസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ. ഇത് സൈസ് ആയില്ല അല്ലേ? ഇതായി വരുന്നു. അങ്ങളെ ഒരു ഹായ് പറഞ്ഞു. ഹായ്. അങ്ങളുടെ പേരെന്താ? അങ്കിളാണല്ലേ ഇവിടെ കൃഷി ചെയ്യുന്നത്? അങ്കിള് വിസിറ്റിന് വന്നതാണ്. അങ്ങനെ സോറി. അങ്കിള് വന്നപ്പോൾ കഠിനമായി പണിയെടുപ്പിക്കുന്ന നമുക്ക് കുറച്ച് സ്ട്രോബെറി ഉണ്ട്. സ്ട്രോബെറി ഉണ്ടല്ലേ? ഇവിടെ സ്ട്രോബെറി ഇപ്പൊ സീസൺ അല്ലേ? സീസൺ ആണ്. കുറച്ചുണ്ട് ഇപ്പൊ ആയി വരണുള്ളൂ. ചേട്ടന് ഇതിന്റെ 2 വലിപ്പമുള്ള സ്ഥലമുണ്ട്, പക്ഷെ കൊണ്ടുപോകാത്തത് ഒന്നും ഇല്ലാത്തോണ്ടല്ലേ? എല്ലാം പോയി. ഇവിടെ വിന്നർ ഒച്ചിന്റെ നമുക്കിവിടെ വിഷമൊന്നും അടിക്കാൻ പറ്റത്തില്ല. അപ്പൊ മൊച്ചുണ്ട്. പിന്നെ ഞങ്ങളുടെ പ്ലോട്ടിന്റെ അവിടെ മാനുണ്ട്. മാൻ വന്നിട്ട് ചാടിയിട്ട് ഇവർക്ക് ഇവിടെ ചാടുന്ന ചെറിയ വില വെച്ചിട്ട് നമുക്കിവിടെ വലിയ പേടിയുണ്ടെങ്കിലും മാൻ വന്ന് ചാടി എല്ലാം കടിച്ചു തിന്നും. അങ്ങനത്തെ ഒരു സംഭവം. നമുക്കിപ്പോ ആദ്യമായിട്ട് ഈ വർഷം പുതിയൊരു പ്ലോട്ട് കിട്ടി. അപ്പൊ പ്ലോട്ട് സെറ്റ് ചെയ്തെടുക്കാൻ തന്നെ നമുക്കൊരു ചെലവ്, ഒരു സീസൺ കഴിയും. ഇതിപ്പോ മുമ്പ് ഇവിടെ ആരോ ഒരാൾ വിട്ടിട്ട് പോയി, അതുകൊണ്ടാണ് കേട്ടോ ആ ബേസ്മെന്റ് കാര്യങ്ങൾ ഇതൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ച് ആ ബേസ്മെന്റ് കാര്യങ്ങൾ ഇവിടെ വന്ന് നമുക്ക് വേണമെങ്കിൽ ഫാമിലി ആയിട്ട് റിക്രിയേഷണൽ ഇവന്റ്സ് ഒക്കെ ഒരു ഫാമിലി ആയിട്ട് വന്ന് ഗ്രില്ല് ചെയ്യാനും അതിനൊക്കെ ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. കുറെ ആളുകൾ അതുകൊണ്ട് ആ ഒരു ഭാഗത്തും ഒരു ഫാമിലീസ് ഇവിടെ അവർക്കൊരു ചെറിയൊരു ഹട്ട് പോലത്തെ ഒരു വീട് പോലത്തെ ഒരു സംഭവം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ പല രീതിയിൽ ഇവിടെ ചൈനീസ് ആളുകളുടെ ഗാർഡൻസ് ഉണ്ട്, പിന്നെ പല രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന ആളുകളുടെ അപ്പം വ്യത്യസ്തമായിട്ടുള്ള ചെടികൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പുറത്ത് തന്നെ ഏതാണ്ട് റോസാ ചെടിയുണ്ട്, ഉണ്ടല്ലേ? റൂബാർബ്. ഇതിന്റെ ഇവർ തണ്ട് വെച്ച് അച്ചാറിടും, അത് വെജിറ്റബിൾ ആയിട്ട് ഉപയോഗിക്കും ഈ ഒരു സാധനം കേട്ടോ. അത് കപ്പലണ്ടിയോ? അത് കപ്പലണ്ടി. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൊണ്ടുവന്നാണോ? നാട്ടിൽ നിന്ന് ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് മേടിച്ചിട്ട് അങ്ങനെ. ഇത് റെഡ് കറണ്ട്, നമ്മുടെ റെഡ് കറണ്ട് ഉണ്ടാവണം. അതാണ് ഈ കാണുന്നത് റാസ്ബെറി. നമുക്ക് ഇനി അവിടെ ബ്ലൂബെറി ഉണ്ട്, ഫ്രൂട്ട്. ആ ഭാഗത്തായിട്ട് നമ്മുടെ ബ്ലൂബെറി ആണ്. ചേട്ടന്റെ ലാൻഡില് പുള്ളി സ്ട്രോബെറീസ് ആണ് കേട്ടോ ഈ കാണുന്നത്. സ്ട്രോബെറിയുടെ സീസൺ കണ്ടില്ലേ? പുള്ളിയുടെ ലാൻഡിൽ കുറച്ച് സ്ട്രോബെറീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ ദിസ് ടു ഗ്രോ? I think maybe in the next 2 weeks. You have a look on this side. ഇവിടെ ഇനി ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ ഇതെല്ലാം നല്ലപോലെ പൂക്കുന്നതാണ് കേട്ടോ പുള്ളിക്കാരൻ പറയുന്നത്. കണ്ടില്ലേ സ്ട്രോബെറീസ്. പിന്നെ പുള്ളിക്കാരനും വേറെ കുറച്ച്
കുറേ ചെടികളൊക്കെ ഏതാണ്ട് ഇവിടെ പുള്ളിക്കാരൻ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഗൂസ്ബെറി ആണെന്ന് പറയുന്നു. നെല്ലിക്കല്ല, ഇന്ത്യൻ ഗൂസ്ബെറി അല്ല, വേറെ ഗൂസ്ബെറി അല്ലേ. ഇതൊക്കെ കുറേ നാളായിട്ടുള്ള ഫാമുകളായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും വലിയ മരങ്ങൾ. ആപ്പിളോ? ഓ, ഇത് ആപ്പിള് കേട്ടോ, കാണുന്ന ആപ്പിള്. ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ കാട് പോലെയൊക്കെ തോന്നിക്കുന്നു കേട്ടോ ചില ആൾക്കാരുടെ. അവിടുത്തെ മരത്തിൻ്റെ പൊക്കം നോക്കിയേ. പിന്നെ കുറേ ആളുകളെന്ന് പറയുമ്പോൾ വെറുതെ അവർ ടൈമിനും ഇതുപോലെ വന്ന് ഗ്രില്ല് ചെയ്യാനും ഫാമിലിയൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിച്ചു വിടുന്ന ആൾക്കാരും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ചില ആൾക്കാർ ഭയങ്കര പാഷനേറ്റഡ് ആയിട്ട് കൃഷി ചെയ്യുന്ന അവരുടെ ഫാംസ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇവിടെയൊക്കെ ഫുള്ള് കാട് പിടിച്ച് കിടക്കുവാണ് കേട്ടോ. അതായത് ഫുള്ള് കൃഷി ചെയ്ത് കിടക്കുവാണ്. പിന്നെ വിൻ്റർ വരുമ്പോൾ ഇവിടെ ഉള്ള പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ വിൻ്റർ വരുമ്പോൾ കുറേയൊക്കെ വീക്കാവും പല ഇതും. ഇവിടെ കുറച്ച് ഇവിടെ പൂവുകൾ, പലതരത്തിലുള്ള പൂവുകളുണ്ട് കേട്ടോ. അവിടെയൊക്കെ പൂവുകളൊക്കെ ഉണ്ട്. ഈ കാണുന്നതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, വ്യത്യസ്തമായിട്ടുള്ള പൂവുകൾ. ഇവിടെ എല്ലാം ഇത് ഫുള്ള് പൂവാണ് കേട്ടോ. കൃഷി ഇവരുടെ ഫുള്ള് കൂടുതൽ പൂവിൻ്റെ കൃഷിയാണ്. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് മനോഹരമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഒരു നല്ല ഒരു ഡെക്കറം ക്രീപ്പ് ചെയ്തിട്ടാണ് ഇവരുടെ ഒരു ഗാർഡൻ സെറ്റപ്പ്. നല്ല രസമുള്ള ഒരു ഗാർഡൻ. ഇവിടെ ഒരാൾ ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ സൈക്കിള്, നല്ല രസമുള്ള ഗാർഡൻ കേട്ടോ. ഇവിടെ എൻട്രൻസ് തന്നെ എന്ത് രസമായിട്ട് അവർ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു. ഗാർഡനിലെ ഫ്ലോറിങ് അവർ കറക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്ലോറിങ് ഇവിടെയും ഫുള്ള് പൂക്കള്. നല്ല രസമുണ്ട് അല്ലേ, കാണാൻ നല്ല രസമുണ്ട് ഇവിടെ. ഇവിടെ ഇനി ഇവിടെ കണ്ടതൊക്കെ ചൈനീസ് അവിടെ നിന്ന് വന്ന ആൾക്കാരൊക്കെ അവരുടെ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ അല്ലേ, നല്ല രസമുണ്ട്. കാണുന്ന ഇവിടുത്തെ അവരുടെ ഒരു അസോസിയേഷൻ്റെ ഒരു കോളനിയുടെ ഒരു നോട്ടീസ് ബോർഡാണ് കേട്ടോ ഇവിടുത്തെ കൃഷി ഓരോരുത്തരും പ്ലോട്ട്. ഓ, ഈ കാണുന്നത് അല്ലേ, ഇത് ഇവിടുത്തെ പ്ലോട്ടുകളുടെ എണ്ണമാണ് കേട്ടോ. 142 പ്ലോട്ടുണ്ടല്ലേ, 142 പ്ലോട്ടുകളുണ്ട് കേട്ടോ. അത്രയ്ക്ക് പ്ലോട്ടുകളുണ്ട്. പല സൈസിൽ, പല വിട്ടിലും, പല മെഷർമെൻറ്റുകളായിട്ട് പല പ്ലോട്ടുകളാണ്. ഇവിടെ ഈ കാണുന്നതെല്ലാം ഇവിടെ അവരുടെ റൂൾസൊക്കെയാണ് കേട്ടോ. ഇവിടെ പാലിക്കേണ്ട റൂൾസ്, അവരുടെ ക്രൈറ്റീരിയൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ അവിടെ അവരുടെ കോൺടാക്ട് നമ്പേഴ്സ്. ഈ പ്ലോട്ടിൽ ഇവർ ശല്യമൊക്കെ വെച്ച് ഇവിടെ വെറും പുല്ലാണ് കേട്ടോ ഇവരുടെ ഒരു ലോൺ ഏരിയ. പിന്നെ ആകെ ഇവർക്ക് കൃഷി വരുന്ന ഇത്ര പോഷൻ മാത്രം. പിന്നെ അവരുടെ ഒരു ഫാമിലിക്കൊക്കെ വന്ന് കുട്ടികൾക്കൊക്കെ കളിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സ്പോട്ടല്ലേ. എല്ലാവരും കൃഷിക്ക് മാത്രമല്ല അല്ലേ, ആ കൃഷി ഒരു റിക്രിയേഷൻ ആയിട്ട് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊന്നും വരുമാനമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നഷ്ടമാണ്, നഷ്ടമാണ്. ഒരു സന്തോഷത്തിന്റെ പേരിൽ വന്നിരുന്ന കണ്ടില്ലേ ഇവിടെ പൂക്കള്. അതുപോലെ ഞാൻ വേറൊരു കാര്യം കണ്ടത്, ഞാൻ പറഞ്ഞ ഈ ഒരു 7000 രൂപയ്ക്ക് അവര് സ്ഥലം മാത്രമല്ല അതിൻ്റെയോടൊപ്പം അത് നല്ല അർബാന കൊടുക്കും. പിന്നെ നമുക്ക് പുല്ലുകൾ വെട്ടാനായിട്ടുള്ള എക്യുപ്മെന്റ്സ് എല്ലാം തരും അല്ലേ. ഓ, നമ്മുടെ അർബാനകൾ ഉണ്ടോ. ഇതൊക്കെ ഇവിടെയുള്ള ആളുകൾക്ക്, ഈ കൃഷിയുള്ള ആളുകൾക്ക് ഇതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ബാക്കി കുറേ നെസസറി ആയിട്ടുള്ള ഇതിനു വേണ്ടിയുള്ള ചെറിയ ചെറിയ എക്യുപ്മെന്റ്സ് എല്ലാം അവരിവിടെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇലക്ട്രിക് മെഷീൻസ് കണ്ടില്ലേ, പുല്ല് വെട്ടാനായിട്ടുള്ള മെഷീൻസ്, വേറെ മണ്ണ് കളയ്ക്കാനുള്ള മെഷീന്, അതിൻ്റെ ഓയില് എല്ലാം ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ആവശ്യമായിട്ടുള്ള ബാക്കി എക്യുപ്മെന്റ്സ് എല്ലാം അതിനു വേണ്ടിയിട്ടാണ് അസോസിയേഷൻ ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അവർ ബാക്കി കാര്യങ്ങൾ ചെയ്തോളും. അപ്പോൾ നമ്മൾ അതിനാണ് ഈ 700 ഗുണം ഇയർലി സ്പെൻഡ് ചെയ്യുന്നത്. ലാൻഡ് ഓൺ ചെയ്യുന്ന അസോസിയേഷൻ ഗവൺമെന്റ് അസോസിയേഷൻ കൊടുത്തേക്കാണ്. ഓക്കെ, അസോസിയേഷൻ അതിന് അവരുടെ ലീസ് ചെയ്യും. ഗവൺമെന്റ് പക്ഷേ പൈസ വാങ്ങില്ല, ഗവൺമെന്റിന്റെ മേടിക്കാനില്ല. അത് ഈ അസോസിയേഷൻ ആണ് അത് ഹാൻഡിൽ. പണ്ട് ഇതൊരു ഫാമിംഗിന് വേണ്ടി കൊടുത്തിരുന്ന, പിന്നെ അത് മാറ്റി പിന്നെ അസോസിയേഷൻ അണ്ടറിലേക്ക് അത് കൊണ്ടുവന്നത്. ഓക്കെ, അങ്ങനെ. അപ്പുറത്ത് കാണുന്നത് കാടാണ്. അവിടെ കുറച്ച് കൃഷി ചെയ്യുന്നതിന് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. മറ്റേ ജൈവവളം ഉപയോഗിക്കാൻ പാടുള്ളൂ, വിഷമടിക്കാൻ പാടില്ല. ഇവിടെ ആയതുകൊണ്ട് പേഴ്സണൽ ലാൻഡ് ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ. പേഴ്സണൽ ലാൻഡാണ് കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഈ കളനാശിനിയൊക്കെ റൗണ്ട് അപ്പ് പാടില്ല. ഈവൻ വളം പോലും നമ്മള് ജൈവൻ. ഓക്കെ, അങ്ങനെ ഉണ്ടല്ലേ, കണ്ടീഷൻസ് ഉണ്ട്. പിന്നെ നമ്മൾ കൃഷി ചെയ്യുന്നതിന് കണ്ടീഷൻസ് ഉണ്ട്. നമ്മളിപ്പം പ്ലോട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ 2 വർഷം കഴിഞ്ഞാൽ തിരിച്ചെടുക്കും വേറെ ആൾക്കാർക്ക് കൊടുക്കാനായിട്ട്. നമ്മളങ്ങനെ ചാണകം വാങ്ങാൻ വേണ്ടി ഒരു പറമ്പിലോട്ട് വന്ന. കുതിര ചാണകത്തിനാ പശു ചാണകത്തിനാണോ കൂടുതൽ ബെനിഫിറ്റ്സ്? അറിയത്തില്ല, എനിക്ക് തോന്നുന്നു കുതിരയാണ് ഏറ്റവും കൂടുതൽ ചാണകം ഇടുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ബെനിഫിറ്റ്സ് അറിയില്ല. നമ്മളിവിടെ ഒരു സ്ഥലത്ത് ഫ്രീ ആയിട്ട് ചാണകം കിട്ടും കേട്ടോ. അങ്ങനെ ചാണകം വരാൻ വേണ്ടി സ്വീഡനിൽ വന്നിരിക്കുകയാണ്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ചാണകം. ഇതാണ് കുതിര ചാണകം. ഇത് പൊടിയാക്കി ആയിട്ടിട്ടേക്കുന്ന എന്താ, പൊടിഞ്ഞു പോയതാണല്ലേ. ഓ, ഡ്രൈ ആയി ഇതുപോലെ അല്ല, ഇത് മരത്തിന്റെ അല്ലേ. മരത്തിന്റെ പൊടി മിക്സ് ആക്കിയതല്ലേ, മിക്സ് ആക്കി നോക്കി.
എനിക്കൊന്ന് ഇവിടെ കുതിര ഫാം ഉണ്ട് കേട്ടോ. അത് അവിടെ അതുകൂടെ ഇറങ്ങിയെടുക്കാം. അവിടെ ആയിട്ട് നമ്മുടെ കുതിരയുണ്ട് കേട്ടോ. 2 കുതിര അവിടെ നിൽപ്പുണ്ട് ഓൾറെഡി. എനിക്ക് ലാസ്റ്റ് ചാണം വരാനുള്ള പണി കിട്ടി കേട്ടോ. ആ ചേട്ടൻ തന്നെ പിടിച്ചോ. നല്ല ചൂട് ചാണകം, ആവിയൊക്കെ പോകുന്നു കേട്ടോ ഈ ചാണകത്തിന്. പണ്ട് ഞാനും എൻ്റെ ഇത്തായും ഇവിടെ പണ്ട് റോസാപ്പൂവൊക്കെ നടന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. റോസാപ്പൂവല്ല, ബാക്കി കുറേ കൃഷിയുണ്ട്. അപ്പോൾ ചാണം പറക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് പോകും. അതാണ് ഓർമ്മ വരുന്നത്. ജിനുവിനെ അങ്ങോട്ട് കാണുന്നില്ലല്ലോ. ജിനു എന്തെങ്കിലും ഒളിച്ചു നിൽക്കുന്നു ജിനു. അല്ല, എനിക്കൊരു കാര്യം മനസ്സിലായി കേട്ടോ. ചേട്ടാ ഈ ചാണകം വരുമ്പോഴേ കവർ എങ്ങനെ മടക്കണമെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ പുള്ളിക്ക്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊന്നും ചെയ്ത് ശീലമില്ലാന്ന് എനിക്ക് മനസ്സിലായി. ഇത്ര മതി ഇതിനകത്ത് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇതാ നമ്മുടെ ചേട്ടന്റെ ഫാമിലോട്ട്, ഫാമല്ലല്ലോ സോറി, കൃഷിയിടല്ലേ, പറമ്പിലോട്ട്. കൃഷിയൊന്നും ഇല്ല, കൃഷിയൊക്കെ നമുക്ക് ഈ വർഷം കിട്ടിയതേ ഉള്ളൂ. അപ്പൊ നമുക്ക് കുറച്ച് വർക്കുണ്ട് അവിടെ. ചേട്ടൻ അതൊന്ന് സെറ്റാക്കി എടുക്കണം. സെറ്റാക്കി അടുത്ത വർഷത്തെ സ്വീഡനിലെ മല്ലു കർഷക സ്ത്രീ ആവോ. അധികം ശക്തിയോടുകൂടി വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത വർഷം വരുമ്പോ ഞാൻ കാണാൻ കേട്ടോ. വർഷം ഞങ്ങളൊരു ഉദ്യാനം മറ്റേ എന്താ പണിയും അവിടെ. തീർച്ചയായിട്ടും നല്ലൊരു ഏരിയ അല്ലേ ഇതെല്ലാം. ഈ സമ്മർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇലകളൊക്കെ. ശോകമാണ്. ഈ കാണുന്നതെല്ലാം ഇവിടുത്തെ ഫിനിഷ് വീടുകളാണ്. സ്വീഡിഷ് വീടുകളാണ്. ഇതിപ്പോ നമ്മുടെ ഇവരുടെ പറമ്പിന്റെ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന ഓരോ പറമ്പുകൾ ഇവിടെ കുറച്ചുകൂടെ ഇത് കുറച്ചുകൂടെ വലിയൊരു ഏരിയ അല്ലേ. പ്ലോട്ടുകളാണ്, വലിയ പ്ലോട്ടുകൾ കേട്ടോ. ഈ കാണുന്ന പറമ്പുകൾ ഇതാ ഇവിടെ വീടുകൾ വരെ ഉണ്ട് കേട്ടോ ഇവർക്ക്. ടോയ്ലറ്റ് കാര്യങ്ങൾ. ഇതാണോ ചേട്ടന്റെ? ചേട്ടന്റെ തരിശു ഭൂമിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അടുത്ത വർഷം നോക്കാം തരിശു ഭൂമി ഹരിതപരമായിട്ടുള്ള ഭൂമി ആവുമെന്ന്. അടുത്ത പ്രാവശ്യം ഞാൻ വരും. ഭയങ്കര പാടായത്. സമയം വേണം അല്ലേ ഇതിന്? പിന്നെ അവർക്ക് കുറച്ചുകൂടെ മെഷീനറി ഉണ്ട്. ഓരോ അസോസിയേഷനും ഓരോ പ്രത്യേക റൂളൊക്കെയാണ് അല്ലേ. നിങ്ങൾക്ക് മെഷീൻ ഒന്നും തരൂല? ഞങ്ങൾക്ക് മെഷീൻ ഉണ്ട്, മാനുവൽ അല്ല. മാനുവൽ ആണ്, ഇലക്ട്രിക് അല്ല. ഒന്നുമില്ല. ഇവർക്ക് ഇലക്ട്രിക് മെഷീൻ ഒന്നും അവർ കൊടുക്കില്ല കേട്ടോ. അപ്പം മാനുവൽ മെഷീന് കളയ്ക്കാനുള്ള ഇത് അതൊക്കെ തരും. അതാണ് കേട്ടോ മാനുവൽ. മറ്റേതെല്ലാം ഇലക്ട്രിക് അവരുടെ അസോസിയേഷൻ കൊടുക്കുന്നുണ്ട്. ഇവിടെയും ഉണ്ടല്ലോ, വിചാരിച്ച പോലെ അല്ലല്ലോ. ഇതൊക്കെ ഉണ്ടല്ലോ. ഇതെന്ത് കൃഷിയാ? ഇത് കോളിഫ്ലവറോ? ക്യാബേജ്. ക്യാബേജ് ഉണ്ട്, പയറുണ്ട്. ഇത് സുക്കിനി, തക്കാളി, ടൊമാറ്റോ, മുളക്, ഈ സലാഡ്, ബ്ലാക്ക്ബെറി, ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. കളിച്ചു വരുന്നേ ഉള്ളൂ. ഇത് ഞാനിപ്പം കഴിഞ്ഞ ദിവസം കൊണ്ട് നട്ട ഉള്ളി. സവാള അല്ലേ? അല്ല, കൊച്ചുള്ളി. കൊച്ചുള്ളി നട്ടതായത്. ഇത് നമ്മുടെ നാട്ടിലെ കൊച്ചുള്ളിയൊക്കെയാണ് കേട്ടോ. ഞാനിവിടെ കടയിൽ നിന്ന് മേടിച്ചിട്ടേ കളിച്ചു വരുന്നുണ്ട്. കൊള്ളാം കേട്ടോ. ഇത് അപ്പുറത്തും വേറെ ഭൂമി. ഇത് കുറച്ചും കൂടെ വലിയ പ്ലോട്ട്. അതാ അവിടെ വേറൊരു ഭൂമി. ഇവിടെ കാണില്ലേ, ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു സ്റ്റോറേജ് റൂം കേട്ടോ. ഇവിടെ വേറൊരു ആളുടെ ആണെന്ന് തോന്നുന്നു. ഈ കാണുന്ന അവർ കുറച്ച് പൂവൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ ചില ആളുകൾ. ഇത് ഇവരുടെ നിയമങ്ങൾ കണ്ടില്ലേ, ഇവിടുത്തെ അസോസിയേഷൻ്റെ നിയമങ്ങൾ. ഇവിടെ ഉള്ള പ്ലോട്ടുകളുടെ സൈസ്, എത്ര പ്ലോട്ടുകളാണുള്ളത്. ഇവിടെ 256 പ്ലോട്ടുകളുണ്ട് കേട്ടോ ഈ കാണുന്ന ഒരു ഏരിയ. ഈ കാണുന്ന പ്ലസ് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയുണ്ട്. ഇവിടെ എന്തൊക്കെ മെഷീൻ ഉണ്ടെന്ന് നോക്കാം. ഇത്രയും നമ്മുടെ സ്റ്റോറേജ് സ്പേസ്. കുറച്ച് ടൂൾസ് ഒക്കെ ഉണ്ട്, നമുക്ക് എടുക്കാം. വെള്ളത്തിന്റെ എല്ലാം ഇവര് തരുമല്ലേ? വെള്ള കണക്ഷനും വെള്ളം സീസണിൽ മാത്രമേ കാണത്തുള്ളൂ. വെള്ളം സമ്മർ ആകുമ്പോൾ വെള്ളം കാണും. അങ്ങനെ അവിടെ നിന്ന് ഫാമിൽ നമ്മുടെ പ്ലോട്ടിൽ നിന്നൊക്കെ മാറിയിട്ട്, പറമ്പിൽ നിന്ന് മാറിയിട്ട് റിംഗബി എന്ന് പറയുന്ന ഒരു ഏരിയ എത്തിയിട്ടുണ്ട്. അതായത് സ്റ്റോക്ക്ഹോമിൽ തന്നെ ഒരു വൺ ഓഫ് ദ വൾണറബിൾ ഏരിയ എന്നാണ് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ വൺ
ഓഫ് ദ കൂടുതൽ ക്രൈം റേറ്റ് ഒക്കെ ഉള്ള ഏരിയാസ് എന്നാണ് കേട്ടോ ഈ ഒരു ഏരിയ അറിയപ്പെടുന്നത്. ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ഇല്ലേ, ഒരു കാലഘട്ടത്ത് ഇവിടുത്തെ ഗവൺമെന്റ് ഒരു ലോ ബഡ്ജറ്റിൽ ആളുകൾക്ക് വീട് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ കെട്ടിയ കുറേ വീടുകളാണ് അത്. കുറേ സ്വീഡിഷുകാരൊക്കെ ആ ബിൽഡിങ്ങുകളൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം പിന്നെ ലോ ബഡ്ജറ്റിൽ കിട്ടിയപ്പോൾ ഇവിടുത്തെ എമിഗ്രൻസ് ആയിട്ടുള്ള ഇപ്പോൾ സൊമാലിയക്കാരും മറ്റു രാജ്യക്കാരൊക്കെ വന്നിട്ട് ലോ കോസ്റ്റ് ആയതുകൊണ്ട് ഇത് വാങ്ങാനൊക്കെ വന്നപ്പോൾ പിന്നീട് ഇവിടെ ഉണ്ടായിരുന്ന സ്വീഡിഷുകാരെല്ലാം വിട്ടിട്ട് പോയി. പിന്നീട് ഇത് ഒരു സൊമാലിയൻ കോളനി പോലെ ആയി മാറി കേട്ടോ, നമ്മുടെ ലക്ഷം വീട് പോലെ. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ആ കാണുന്ന ഒരു ഏരിയയുടെ പേരാണ് റിംഗവി എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ കാണുന്നത് ഫുള്ള് ആഫ്രിക്കൻസ് ആണ്. ആഫ്രിക്കൻസ് പറയുമ്പോൾ ആഫ്രിക്കയിൽ നിന്നുള്ള ഏറ്റവും വലിയൊരു പോപ്പുലേഷൻ സൊമാലിയ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്നാണ് വന്നത്. 1980-കളിലെ അന്നത്തെ അവിടുത്തെ കലഹവും യുദ്ധമൊക്കെ കാരണം ഇവിടെ സ്വീഡൻ ഗവൺമെന്റ് അവർക്ക് റെഫ്യൂജി സ്റ്റാറ്റസ് അസൈലം ഈസി ആയിട്ട് കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് കയറി വന്ന കുറേ ആളുകളാണ് കേട്ടോ. പിന്നെ എത്യോപ്യൻസ് ഉണ്ട്, പിന്നെ എറിട്രിയൻസ് ധാരാളം പേര് ഇവിടെ ഉണ്ട്. ഉള്ളത് ഇതുപോലുള്ള കുറെ അറബ് ആൾക്കാരുണ്ട് കേട്ടോ. അറബ്സ് എന്ന് പറയുമ്പോൾ കൂടുതൽ സിറിയൻസും പിന്നെ അറബ് ലബനീസൊക്കെ ഇവിടെ വളരെ കുറവാണ്. കൂടുതൽ അറബ് എന്ന് പറയുമ്പം സിറിയയിൽ നിന്ന് വന്ന ആളുകളൊക്കെയാണ് കേട്ടോ ഇവിടെ കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ കാണുന്ന വീടുകളാണ് കേട്ടോ, ഇതുപോലുള്ള ഫ്ലാറ്റുകളാണ് ആക്ച്വലി ഗവൺമെന്റ് പണിത് കൊടുത്തത്. ഇതൊക്കെ കണ്ടോ, ഇവിടെ തന്നെ കുറെ പ്ലേ ഗ്രൗണ്ട്സ് കാര്യങ്ങള്. പയ്യന്മാരെല്ലാം സൊമാലീസ്. ഈ കാണുന്നതാണ് കേട്ടോ ഇവരുടെ ഒരു സ്ട്രീറ്റ് ഏരിയാസ്. സൊമാലീസ് മാത്രമല്ല, ഇവിടെ അറബ്സും ഉണ്ട് കേട്ടോ. ഈ കാണുന്നതെല്ലാം സൊമാലി. ഇത് അറബ്സ് ആണ് കേട്ടോ. ഈ കാണുന്നത് അവര് ഇറാഖീസോ അല്ലെങ്കിൽ തുർക്സ് ആയിരിക്കും കേട്ടോ. ഇവിടെ ധാരാളം തുർക്സിനെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ കാണുന്ന ഒരു ഏരിയയൊക്കെയാണ് കേട്ടോ ഞാൻ പറഞ്ഞ ബിൽഡിങ്ങുകൾ. ഈ കാണുന്ന ഒരു ഏരിയകളിൽ തന്നെ നല്ല രസമുള്ള ഇതൊക്കെ പണ്ടങ്ങനെ കെട്ടിക്കൊടുത്ത ബിൽഡിങ്ങുകളാണ് കേട്ടോ. ഈ കാണുന്നത് ഞാൻ ആദ്യം വിചാരിച്ചു സാധാരണ ഞാൻ പറഞ്ഞ നാഷണാലിറ്റിയിൽ നിന്നുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. മൈദ റെസ്റ്റോറൻറ്റ്, ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു സൊമാലി മന്തിയൊക്കെ ഇവിടെ കാണാനായിട്ട് കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ. My name is Yasir. Yasir? Yes. So this place is area of Somali people? Yes, this is Somali people. They live in Sweden, Stockholm. It's Ringby. Welcome. Thank you so much. Thank you. You really have the Somali accent. Yeah, I'm Somali accent from Mogadishu. Okay. I'm from Mogadishu. Mogadishu? Yes. I've been there, Mogadishu. You been there? Yeah. Which time? 2 years ago. 2 years ago. Yeah. Okay, next year come. I will get. You will go? Yeah. You know this place? Java, okay. This place? Java. Okay. ഈ കാണുന്നതെല്ലാം മന്തി റെസ്റ്റോറൻ്റ് ഒക്കെയാണ് കേട്ടോ. ഞാൻ എന്തായാലും ഇനി നടന്നിട്ട് വരാം. പുള്ളിക്കാരനെ കുറച്ച് സൊമാലിയ വീഡിയോസ് കാണിച്ചു. വേറെ കുറേ അറബ്സ് ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു 90% സൊമാലിക്കാരാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ലൊരു വൈബ്. കറക്റ്റ് മൊഗഡീഷു പോയ ഒരു ഫീലുണ്ട് കേട്ടോ. കാരണം ഇവരുടെ ആക്സെൻറ്റും ശബ്ദങ്ങളൊക്കെ കേട്ടപ്പോൾ ഈ കാണുന്നതും ഇവരുടെ ഒരു ലോക്കൽ റെസ്റ്റോറൻറ്റ് എന്താണെന്ന് തോന്നുന്നു കേട്ടോ. അവരുടെ വടിയൊക്കെ വെച്ചുകൊണ്ട് മറ്റേ സൊമാലി വടിയും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാട്ടോ. മറ്റേ ചായ കുടിക്കാനും സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ദമാൽ കോഫി ഇതെല്ലാം ഇവരുടെ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. I'm from India. Can I make a video here? I'm traveling all around the world. I've been to Somalia. I've been to Mogadishu. Okay. ഞാനിവിടെ ഒരു റെസ്റ്റോറൻ്റ് അകത്ത് പോയി. ഫുള്ള് സൊമാലീസ് ആണ് കേട്ടോ. നിങ്ങൾക്കറിയാലോ ആഫ്രിക്കയിൽ എന്ന് പറയുമ്പോൾ മിക്ക ആഫ്രിക്കൻ കൺട്രീസിലെന്ന് പറയുമ്പോൾ ഇവർക്ക് ക്യാമറ കാണുമ്പോൾ തന്നെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഞാൻ അവിടെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് സൊമാലിക്കാർക്ക് ഓക്കെയാണ്, ബാക്കി കുറേ സൊമാലിക്കാർക്ക് വേണ്ട വീഡിയോ എന്ന് പറയുമ്പോൾ അവർക്ക് പ്രശ്നമാണല്ലോ. ഇപ്പോൾ ഞാൻ മൊഗഡീഷുവിൽ പോയപ്പോൾ തന്നെ ഇതൊക്കെയാണ് പ്രശ്നം. ആഫ്രിക്കയിൽ പല രാജ്യങ്ങളും ഇവർ വീഡിയോ എന്ന് പറയുന്ന സംഭവം, ക്യാമറ എന്ന് പറയുന്ന കാണുമ്പോൾ ഭയങ്കര അഗ്രസീവായിട്ട് വരും കേട്ടോ. ഇവിടെ ഞാൻ റെസ്റ്റോറൻറ്റിൽ ഇവരുടെ സൊമാലിയൻ വിഭവങ്ങൾ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്കെന്തോ ഒരു ഭയങ്കര ഒരു പേടി പോലെയാണ് കേട്ടോ. അവർ പറഞ്ഞു വേണ്ട. കാരണം പ്രധാനമായിട്ടെന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ പല ആളുകൾ, കാരണം ഇവർ ഒരു കൂടുതൽ പ്രശ്നമായിട്ടുള്ള ഏരിയാസ്. ഓക്കെ ബ്രോ, കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ള ഏരിയകളൊക്കെ ആയിട്ടാണല്ലോ ഈ സ്ഥലം കണക്കാക്കുന്നത്. അപ്പോൾ ഇവർക്ക് തന്നെ ഒരു പേടിയാണ്. ഇനി വേറെ യൂട്യൂബേഴ്സ് വന്നിട്ട് അല്ലെങ്കിൽ വേറെ ആൾക്കാർ മീഡിയാസൊക്കെ വന്നിട്ട് ഇവരുടെ നാടിനെ കുറിച്ച് വല്ലതും പറയാനാണ്. അതാണ് ഈ പല ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ നമ്മൾ വീഡിയോ ആയിട്ട് പോകുമ്പോഴും അതൊക്കെ കൊണ്ടാണ് കേട്ടോ ഇവർ ഭയങ്കര അഗ്രസീവായിട്ട് മാറുന്നത്. എൻ്റെ കാറ് മാറി. ഈ കാണുന്നൊക്കെ ബിൽഡിംഗ് ഒക്കെ കണ്ടില്ലേ, നമ്മുടെ ആ ഒരു സെറ്റപ്പ് ലക്ഷം വീട് കോളനി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സെറ്റപ്പ് വീടുകളൊക്കെയാണ് കേട്ടോ. സംസാരിച്ചു
ഇവിടെ ഒരു പിസ്സ കടയിൽ വന്നതാണ് കേട്ടോ. ഹായ്, പിസ്സ കടയിൽ വന്നപ്പോൾ പുള്ളിക്കാരൻ കുർദിഷുകാരനാണ്. തുർക്കിയിലുള്ള കൊളംബിയ. ¿Cómo estás? Nicaragua. ¿Cómo estás? Muy bien. Nicaragua. Mi mucho gusto. Un saludo a Nicaragua. Sí. Ahí en YouTube. Sí. Un saludo a Nicaragua, mi gente de Nicaragua. Mucho gusto, amigo. Gracias. Mi poco hablar español. Poco. He's coming Mi viajando todo Sudamérica, todo Latinoamérica. Muy bien. Todo Nicaragua, Honduras, todo. Mucho gusto. Un abrazo, hermano. ¿Cómo te llamas? Hermano, Mahin, nombre Mahin. Mahin. Un abrazo, Mahin. Desde Suecia. Muchas gracias. Mucho gusto. Mi mucho feliz. Todo viajando Sudamérica. Mucho bien. Igual, hermano, igual. You? Yeah, we are famous. You have to give free pizza. You for free pizza, my friend. Yeah. Okay. No problem. For him every day. Because I follow you. Every day. I follow you. You follow me? 1 week. Yeah, I follow you. You do me. 1 month for pizza for him. Okay. Okay. My English is not good. No problem. It's problem. No problem. It's not English video. പുള്ളിക്കാരൻ ഇവിടെ പിസ്സ ഉണ്ടാക്കാണ്. കണ്ടില്ലേ, ഇതാണ് കേട്ടോ ഇറാഖീസ്. അല്ലെങ്കിൽ ഇറാഖീസ് വലിയ പ്രശ്നമില്ല. പല അറബ്സും വീഡിയോ ഫ്രണ്ട്ലി ആണ് കേട്ടോ, വീഡിയോക്കൊക്കെ ഫ്രണ്ട്ലി ആണ്. തുർക്കുകാരും ഫ്രണ്ട്ലി ആണ്. ബട്ട് സൊമാലീസ് കുറച്ച് പ്രശ്നമാണ് കേട്ടോ. ഇത് കണ്ടില്ലേ വീഡിയോ എന്ന് പറയുമ്പോൾ തന്നെ പുള്ളി ചിക്കൻ എല്ലാം പോയേട്ടോ. പുള്ളി ഓവനിലോട്ട് വെച്ചിട്ടുണ്ട്. Thank you so much. No. We pay. No. You come in Sweden first time. No. Next time. Bye. ഇവിടെ കുറെ ലാറ്റിൻ അമേരിക്കൻ ആളുകളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് മദ്യം കുടിക്കാനൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഫുള്ള് ബിയർ അടിക്കുന്നതും പരിപാടിയൊക്കെയാണ് കേട്ടോ. ഇവിടെ ഫുള്ള് സൗണ്ടും ബഹളമാണ്. പാവം കേട്ടോ പുള്ളി. അയ്യോ, ഭയങ്കര ഒരു സ്നേഹം കൊണ്ട് കേട്ടോ. പുള്ളി വീഡിയോ എടുത്തോണ്ടൊന്നും അല്ല കേട്ടോ നമുക്കിങ്ങനെ തന്നത്. നിങ്ങൾക്കറിയാലോ, ഞാൻ ഈസ്റ്റ് തുർക്കിയിലൊക്കെ പോയിട്ടുണ്ടല്ലേ. പുള്ളിക്കാരൻ ഈസ്റ്റ് തുർക്കി ഭാഗത്താണ്, കുർദിഷുകാരനാണ്. അവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി ആണ് കേട്ടോ. സ്വീഡനിൽ വന്നിട്ട് ഇതൊരിക്കലും നമുക്കൊരു സ്വീഡിഷുകാരൻ്റെ ഒന്നും ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ബട്ട് ഇവിടെ ഞാൻ പുള്ളിയുടെ അടുത്ത് നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മൾ സഫർ ചെയ്തവരാണ് കൂടുതൽ എന്താ പറയുക മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. കുർദിഷുകാരൊക്കെ എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ എന്താ പറയുക ഭയങ്കര രീതിയിൽ സഫർ ചെയ്ത ഒരു ജനക്കൂട്ടമാണ് കേട്ടോ. അത് കാരണം അവർ വേറൊരു രാജ്യത്ത് വളരെ മൈനോറിറ്റി ആയിട്ട് ജീവിക്കുമ്പോൾ അവർക്കുണ്ടായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ കാരണം അങ്ങനെയൊക്കെയാണ് പല രാജ്യങ്ങളിൽ നിന്ന് അവർ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എന്നിട്ട് അവരുടെ ഒരു സ്നേഹം കണ്ടില്ലേ, പൈസ ഒരിക്കലും വാങ്ങുന്നില്ല കേട്ടോ. നല്ലൊരു പാവം പുള്ളി കേട്ടോ. അങ്ങനെ അവസാനം താങ്ക് യു. ഞാൻ പൊതുവെ എനിക്ക് പിസ്സ കഴിക്കുമ്പോൾ ഒരു പെപ്സി ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു സോഡ ലൈമ് കേട്ടി ഇവിടെ നമ്മൾ പുള്ളിയുടെ പിസ്സയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ക്രിസ്, ഹായ്. Hello. ഫുട്ബോളൊക്കെ കഴിഞ്ഞോ? ക്രിസ് ഏതാ, അർജന്റീനൻ ഫാനാണോ? ഞാൻ ആക്ച്വലി അർജന്റീനൻ ഫാനായിരുന്നു. പക്ഷെ അർജന്റീന യാത്ര ചെയ്തതിനു ശേഷം ഞാൻ ബ്രസീൽ ഫാനായിട്ട് മാറി. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുമ്പോൾ അർജന്റീനക്കാരെന്ന് പറയുന്നത് നമുക്കൊരു ടിപ്പിക്കൽ യൂറോപ്യൻസ് എന്നല്ല, ആ ഒരു ഇതാണ് കേട്ടോ അവരുടെ സ്വഭാവത്തിലായാലും കാര്യത്തിലായാലും. ബട്ട് ബ്രസീലിയൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര വാമാണ്. ഇപ്പം എനിക്ക് പണ്ട് മുതലേ മെസ്സി എന്ന് പറയുന്ന ഒരു ഇതാണല്ലോ നമ്മുടെ ഒരു ഐഡൽ എന്ന് പറയുന്ന ഒരു സംഭവം. കൊച്ചു മുതലേ നമ്മൾ മെസ്സി ആയിട്ടാണല്ലോ വളർന്നത്. ഇപ്പം റൊണാൾഡോ ഒക്കെ ഇപ്പോഴായിട്ട് പൊങ്ങി വന്നല്ലേ. അപ്പോൾ മെസ്സി കേട്ട് വളർന്നു, അർജന്റീന കേട്ട് വളർന്നു. അതുകൊണ്ട് ഞാൻ അർജന്റീന എന്ന് പറയുന്ന രാജ്യത്തിനാണ് എനിക്കിഷ്ടം. ബട്ട് ഞാൻ ഈ ലാറ്റിൻ അമേരിക്കൻ യാത്ര ചെയ്തതിന് ശേഷം എനിക്ക് ബ്രസീൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അടുത്ത് ഇഷ്ടം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആ ഒരു കുറച്ച് അർജന്റീന സ്നേഹം പോയെന്നല്ല, അങ്ങനെ എനിക്ക് ഇതിൽ വലിയ ആരാധനയൊന്നുമില്ല. ഈ ഫുട്ബോളിൽ ഏത് ടീമാണ് അങ്ങനെയൊന്നുമില്ല. ബട്ട് എനിക്ക് ഒരു ബ്രസീലിൻ്റെ അടുത്ത് കൂടുതൽ ചായ പോലെ തോന്നി. പക്ഷെ എപ്പോഴും മെസ്സിയെ മറക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം നമ്മൾ സച്ചിൻ തെണ്ടുൽക്കർ എന്ന് പറയുന്ന ഒരു സംഭവമല്ലേ, ക്രിക്കറ്റിൽ സച്ചിൻ, അതുപോലെയാണ് മെസ്സി എപ്പോഴും മൈൻഡിൽ.